وعلى رسوله الأمين وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ 27 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ് വരെയായിട്ട് പഠിച്ചത്. അതിൻ്റെ അർത്ഥമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ 28 മുതൽ 33 അല്ലെങ്കിൽ 34 വരെയുള്ള ആയത്തുകളാണ് പഠിക്കുന്നത്. ആയത്ത് ഒന്ന് ഓതാം ആദ്യം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഖാലൂ ഇന്നകും കുൻതും തഅതൂനനാ അനിൽ യമീൻ. ഖാലൂ ബൽ ലം തകൂനൂ മുഅ്മിനീൻ وما كان لنا عليكم من سلطان بل كنتم قوما طاغين فحق علينا قول ربنا إنا لذائقون فأغويناكم إنا كنا غاوين فإنهم يومئذ في العذاب مشتركون. നോദിക്കേ. أعوذ بالله من الشيطان الرجيم. قالوا إنكم كنتم تأتوننا عن اليمين. قالوا بل لم تكونوا مؤمنين وما كان لنا عليكم من سلطان بل كنتم قوما طاغين فحق علينا قول ربنا إنا لذائقون فأغويناكم إنا كنا غاوين فإنهم يومئذ في العذاب مشتركون. 33 വരെയുള്ള ആയത്തുകൾ. അപ്പം നമ്മളതിൽ ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഖാലു ഖാഫാണ്, അത് കാഫിലേക്ക് പോരുത്. ഖാഫ് വാ നിറച്ച് പറയണം. ഖാലു ഖാലു എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞു എന്നാണ്. അത് കാഫാവുമ്പം അവർ അളന്നു എന്നർത്ഥമാവും. കാല എന്ന് പറഞ്ഞാൽ അളന്നെടുക്കുക എന്നാണ്, അളന്നു കൊടുക്കുക. ഖാലു ഇന്നക്കും കുൻതും തഅതൂനന അനിൽ യമീൻ. ഖാലു അവിടെ വീണ്ടും ആ പദം ആവർത്തിക്കുന്നുണ്ട്. ഖാലു അവർ പറഞ്ഞു. ബൽ ലം തകൂനു മുഅ്മിനീൻ വമാ കാന അലൈക്കും മിൻ. അലൈക്കും മിൻ അവിടെ ഇദ്ഗാമു ശഫവിയാണ്. നന്നായി ചുണ്ടുകൾ അമർത്തി നന്നായി മണിച്ച് നമ്മൾ ഓതണം. അലൈക്കും മിൻ സുൽത്താനിൻ. ത്വായാണ്, തായല്ല. അതുപോലെ ബൽ കുൻതും ഖൗമൻ ത്വാഗീൻ. ത്വാഗീൻ. അതേപോലെ 31-ാമത്തെ ആയത്തിൽ ഫഹഖ ഖാഫാണ്. അപ്പോൾ അക്ഷരം വരുന്നത് കാഫിലേക്ക് പോകാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 32-ാം വചനത്തിൽ ഫഅഗ്വൈനാക്കും. ഗൈനാണ്, ഗൈൻ. അവിടെ 2 തവണ ആ പദം വരുന്നുണ്ട്. അഗ്വൈന, ഗാവീൻ എന്നീ പദങ്ങൾ വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊന്ന് ശ്രദ്ധിക്കുക.
നമുക്ക് 28-ാമത്തെ ആയത്ത് ഇൻഷാ അല്ലാഹ്. 28-ാമത്തെ ആയത്ത്. ഖാലൂ ഇന്നക്കും കുന്തും തഅ്തൂനന അനിൽ യമീൻ. ഖാലൂ അവർ പറയും, അതായത് ഷിർക്ക് ചെയ്ത, നിഷേധത്തിൽ ജീവിച്ച, കുഫറിൽ ജീവിച്ച അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചാണ് പറയുന്നത്. ഖാലൂ അവർ പറയും, ഇന്നക്കും കുന്തും തീർച്ചയായും നിങ്ങളായിരുന്നു, തഅ്തൂനന ഞങ്ങളുടെ അടുക്കൽ വരുമായിരുന്നു, അത്താ യഅ്തി തഅ്തി തഅ്തിയാനി തഅ്തൂനന തഅ്തൂന തഅ്തൂനന നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് വരുമായിരുന്നു, അനിൽ യമീൻ വലത് ഭാഗത്തുകൂടി, വലത് വശത്തുകൂടി. യമീൻ എന്ന് പറഞ്ഞാൽ വലതുഭാഗം, ഷിമാൽ എന്ന് പറഞ്ഞാൽ ഇടതുഭാഗം. അതുപോലെ യമീൻ എന്ന് പറഞ്ഞാൽ സത്യം ചെയ്യുക, ശപഥം ചെയ്യുക എന്നൊക്കെയുള്ള ആ അർത്ഥത്തിൽ അത് പ്രയോഗിക്കുന്നുണ്ട്. യമീൻ ഇവിടെ വലത് എന്ന അർത്ഥമാണ്. അതിന് തന്നെ വേറെ അർത്ഥമുണ്ട്, ഉദ്ദേശിക്കുന്നുണ്ട്, ഉദ്ദേശ്യം വേറെയാണ്. അപ്പോൾ ഇവിടെ നേതാക്കന്മാരോട് അനുയായികളായ ആളുകൾ, അതായത് ആളുകളെ ഷിർക്കിലേക്കും കുഫറിലേക്കും വിദഅത്തുകളിലേക്കൊക്കെ കൊണ്ടുപോയ അങ്ങനെയുള്ള ആളുകളോട് അനുയായികളായ ആളുകൾ പറയുന്ന വാക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്താ പറയുന്നത്? അവർ പറയും, നിങ്ങൾ ഞങ്ങളുടെ അടുക്കൽ വലതുവശത്തു കൂടി വന്നിരുന്നുവല്ലോ. അപ്പൊ എന്താ ഈ വലതുവശവും ഇടതുവശവും? വലതുവശം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത്, അതിന്റെ താഴെ കാണാം, മാനി മൗലവി റഹ്മത്തുള്ളാഹിന്റെ ഒരു ചെറിയ വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട്. വലതുവശത്തു കൂടി വരിക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, താല്പര്യം, ശക്തിയായും അധികാര സ്വരത്തിലും വഴിപിഴപ്പിക്കുവാൻ ചെല്ലുക എന്നതാണ്. ഇത് നേതാക്കളുടെ നേരെ നീതർക്കുള്ള, നീതർ എന്ന് വെച്ചാൽ അവരെ അനുസരിച്ച അവരുടെ അനുയായികൾക്കുള്ള ആക്ഷേപമാണ്. അപ്പോൾ അതിന്റെ അടുത്ത ആയത്തിൽ ആ നേതാക്കന്മാർ അനുയായികളോട് പറയുന്ന മറുപടി അള്ളാഹു എടുത്ത് ഉദ്ധരിച്ചിരിക്കുകയാണ്. ഇതൊക്കെ വരാനിരിക്കുന്ന സംഭവങ്ങളായിട്ട് റബ്ബ് നമുക്ക് പറഞ്ഞുതരാം. അപ്പൊ വലതുവശത്തു കൂടി വെച്ചാൽ അത്ര അധികാര സ്വരത്തിൽ പറഞ്ഞിരുന്നു എന്നാണ്, നിങ്ങൾ ഞങ്ങളെ പിൻപറ്റണം, പിന്നെ നിങ്ങളെ ഞങ്ങൾ രക്ഷപ്പെടുത്തിക്കോളാം, ഞങ്ങളുടെ കൂടെ കൂടിയാലേ നിങ്ങൾ രക്ഷപ്പെടുകയുള്ളൂ എന്നൊക്കെയുള്ള രൂപത്തിൽ മതത്തിന്റെ കാര്യങ്ങളും അതുപോലെ ആത്മീയതയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർ സ്വന്തം എന്ത് ചെയ്തു? നിങ്ങളെ കൂടെ കൂട്ടി. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ നിങ്ങൾക്ക് രക്ഷയില്ല, നിങ്ങൾ നരകത്തിലാണ്, നിങ്ങളെ നയിച്ച അല്ലെങ്കിൽ നിങ്ങളെ ഞങ്ങളുടെ കൂടെ കൂടിക്കോ, നിങ്ങൾ രക്ഷപ്പെടുമെന്ന് പറഞ്ഞ ആൾക്കാരും നരകത്തിലകപ്പെടുകയാണ്. അപ്പൊ നോക്ക് 29-ാം വചനം അതിന്റെ തുടർച്ചയാണ്. എന്താണ്? ഖാലൂ ബല്ലം തകൂനു മുഅ്മിനീൻ. അവർ പറയും, അതായത് ഈ നേതാക്കന്മാരായ ആളുകൾ പറയും, ലം തക്കൂനു ബല്ലം തക്കൂനു, പക്ഷേ നിങ്ങളായിരുന്നില്ല, മുഅ്മിനീൻ വിശ്വാസികൾ. അങ്ങോട്ട് കുറ്റപ്പെടുത്താണ്, നേതാക്കള് അനുയായികളെ അങ്ങോട്ട് കുറ്റപ്പെടുത്താണ്. ബല്ലം തക്കൂനു മുഅ്മിനീൻ, നിങ്ങളും ശരിക്ക് വിശ്വാസികളായിരുന്നില്ല. എന്നിട്ട് അവര് പറയാണ്, ഞങ്ങൾ അവിടുന്ന് നിങ്ങളെ അധികാര സ്വരത്തിലൊക്കെ ക്ഷണിച്ചെങ്കിലും വിളിച്ചെങ്കിലും പലതും ചെയ്തെങ്കിലും ഇവിടെ അവരത് ശരിക്ക് പറയാണ്, ഞങ്ങൾക്ക് നിങ്ങളുടെ മേൽ അധികാരമൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ നമ്മുടെ കൊറോണ കാലത്ത് വാക്സിൻ എടുക്കാൻ വേണ്ടി ഭരണകൂടങ്ങളൊക്കെ നിർബന്ധിച്ച് അവസാനം ഇപ്പം പല കേസുകളും പ്രശ്നങ്ങളൊക്കെ വന്നപ്പം എന്താ കൊടുത്ത സത്യവാങ്മൂലം എന്താണ്? ഞങ്ങൾ ആരെയും നിർബന്ധിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു, അവര് സ്വയം എടുത്താണ് എന്ന് പറഞ്ഞ പോലെ, നമുക്കറിയാലോ, എന്ന് പറഞ്ഞതുപോലെ ഇവര് പറയാണ്, ഞങ്ങൾ നിങ്ങളെ നിർബന്ധിച്ചൊന്നും ഇല്ലായിരുന്നു, നിങ്ങൾ നിങ്ങളുടെ വിശ്വാസപ്രകാരമല്ലേ ഞങ്ങളുടെ ഒപ്പം കൂടിയത് എന്ന് ചോദിക്കുകയാണ്. അപ്പൊ അതാണ് വമാ കാന ലനാ അലൈക്കും മിൻ സുൽത്താൻ ബൽ കുന്തും ഖൗമൻ ത്വാഗീൻ. ഇത് നേതാക്കന്മാർ അവരെ പിൻപറ്റിയ, അവരെ വിശ്വസിച്ച ആളുകളോട് പറയാണ്, വമാ കാന ലനാ, ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല, ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല എന്ത്? അലൈക്കും നിങ്ങളുടെ മേൽ, സുൽത്താൻ മിൻ സുൽത്താൻ ഒരു അധികാര ശക്തിയും, ബൽ കുന്തും എന്നാൽ നിങ്ങളായിരുന്നു, കൗമൻ ത്വാഗീൻ അതിരുവിട്ട
അല്ലെങ്കിൽ അതിര് കവിഞ്ഞ ഒരു ജനത, നിങ്ങളാണ് അതിര് കവിഞ്ഞ് പോയത് എന്ന് ഞങ്ങളെ നിങ്ങൾ ഫോളോ ചെയ്തോളൂ, നിങ്ങൾ രക്ഷപ്പെടുമെന്ന് പറഞ്ഞ, ദുനിയാവിൽ വെച്ച് പറഞ്ഞ ആളുകൾ ഇവിടെ എത്തുമ്പോൾ, പരലോകത്തെത്തുമ്പോൾ പറയാണ്, നിങ്ങൾ വഴികെട്ട ആളുകളാണ്, ഞങ്ങൾ നിങ്ങളുടെ മേൽ യാതൊരു അധികാരമോ കാർക്കശ്യമോ ഒന്നും ഞങ്ങൾ നിങ്ങളോട് പുലർത്തിയിരുന്നില്ല, പറഞ്ഞിരുന്നില്ല എന്ന്. ഇതൊക്കെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടാവണം ഇവിടെ ഓരോ മനുഷ്യരും ജീവിക്കേണ്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വ്യക്തമായ മുന്നറിയിപ്പ് നമുക്ക് നൽകുകയാണ് ചെയ്യുന്നത്. ഇപ്പോ സമാനമായ ചില ആയത്തുകൾ വിശുദ്ധ ഖുർആനിലെ വേറെയും സൂറത്തിൽ കാണാം. അപ്പൊ ഇവിടെ ഇപ്പൊ ഈ സൂറത്തിൽ പറഞ്ഞതുപോലെ തന്നെ സൂറത്തുൽ ഗാഫിറിലെ 47, 48 ആയത്തിൽ കാണാം, ഫയഖൂലു ദുഅഫാഉ, ദുർബലന്മാരായ ആളുകൾ പറയും. ആരോട്? ലില്ലദീന ഇസ്തക്ബറു, അഹങ്കാരം നടിച്ച് ഞങ്ങളാണ് വലിയ നേതാക്കന്മാർ, ഞങ്ങളാണ് വലിയ ആളുകൾ എന്ന് വിചാരിച്ച് നടന്നിരുന്ന ആളുകളോട് പറയും, ഇന്ന കുന്നാലക്കും തബഅൻ, ദുനിയാവിൽ വെച്ച് ഞങ്ങൾ നിങ്ങളെ ഫോളോ ചെയ്തിരുന്നല്ലോ, നിങ്ങളുടെ അനുയായികളായിരുന്നല്ലോ. ഫഹൽ അൻതും മുഗ്നൂന അന്ന നസീബം മിനന്നാർ, നിങ്ങളിപ്പോൾ നരകത്തിൽപ്പെട്ടു, ഞങ്ങളെ ശിക്ഷയിൽ നിന്ന് എന്തെങ്കിലും ഒന്ന്, ഞങ്ങളിപ്പോൾ അനുഭവിക്കുന്ന പ്രയാസത്തിൽ നിന്ന്, നരകശിക്ഷയിൽ നിന്ന് ഞങ്ങൾക്ക് നിങ്ങളെ ഒഴിവാക്കി തരാൻ പറ്റുമോ, രക്ഷപ്പെടുത്തി തരാൻ പറ്റുമോ, നിങ്ങൾ നേതാക്കന്മാരല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ നേതാക്കന്മാർ പറയുന്നു, ഖാലല്ലദീന ഇസ്തക്ബറു ഇന്നാ കുല്ലും ഫീഹാ ഇന്നല്ലാഹ ഹക്കമ ബൈനൽ ഇബാദ്. അവർ പറയാണ്, അതായത് അഹങ്കാരം നടിച്ച ആളുകൾ പറയാണ്, നമ്മളെല്ലാവരും നരകത്തിലാണ്, അള്ളാഹു നമ്മൾക്കിടയിൽ എന്ത് ചെയ്തിരിക്കുന്നു, അള്ളാഹു നമ്മൾക്കിടയിൽ വിധി പ്രഖ്യാപിച്ചിരിക്കുന്നു, ഇനി നമുക്ക് യാതൊരു രക്ഷയില്ല എന്ന് പറയാൻ. അപ്പൊ ഇതിൽ ഒരുപാട് പാഠങ്ങൾ നമുക്കുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ദുനിയാവിൽ ആരുടെയെങ്കിലും നിർബന്ധത്തിന് വഴങ്ങി നമ്മൾ നമ്മുടെ ദീനിന്റെ കാര്യങ്ങളെ മാറ്റിവെച്ചാൽ, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി നമ്മൾ വിധേയപ്പെട്ടാൽ, അവരുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി നമ്മൾ വിധേയപ്പെട്ടാൽ, പരലോകത്തെത്തുമ്പം കാര്യാപകടകരമായിരിക്കും. അപ്പൊ മാതാപിതാക്കൾ അമുസ്ലിങ്ങളായാൽ പോലും അവരെ നിങ്ങൾ സ്നേഹിക്കണമെന്നും അവർക്ക് വേണ്ട ഭൗതികമായിട്ടുള്ള സഹായങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കണമെന്നും ഒക്കെ ഖുർആൻ പറയുന്നുണ്ട്. ഒരു തൻ്റെ മാതാപിതാക്കൾ മുസ്ലിം അല്ല എന്ന കാരണത്താൽ നിങ്ങൾ അവരെ അവഗണിക്കരുത്, അവർ മാതാപിതാക്കളാണെന്നുള്ള നിലയ്ക്ക് അവർക്ക് സേവനം ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞു. പക്ഷേ നമ്മളെ എത്രമാത്രം ഇഷ്ടപ്പെടുന്ന, നമുക്ക് വേണ്ടി ജീവിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി എന്തും ചെയ്തു തരുന്ന, നമ്മളെ പൊന്നുപോലെ സ്നേഹിക്കുന്ന ഉമ്മയുപ്പയാണെങ്കിൽ പോലും അവര് പറയുന്നത് ദീനിന് നിരക്കാത്ത ഒരു കാര്യമാണെങ്കിൽ, ഒരു അള്ളാഹു നിഷിദ്ധമാക്കിയ ഒരു കാര്യം ചെയ്യാനാണ് ഉപ്പ പറയുന്നതെങ്കിൽ അവരെ അനുസരിച്ച് പോകരുത് എന്ന് ഖുർആൻ പറഞ്ഞു. അതുപോലെ തന്നെ അള്ളയോ റസൂലോ പഠിപ്പിക്കാത്ത ഒരു കാര്യം, ഒരു ബിദഅത്ത് ചെയ്യാൻ പറയുകയാണെങ്കിൽ അത് ചെയ്തു പോകരുത് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. വൈൻ ജാഹദാക്ക എന്നാ പറഞ്ഞത്, അവർ നിങ്ങളെ നിർബന്ധിക്കുകയാണെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ഫലാ തുത്തിയഹും, അവരെ നിങ്ങൾ അനുസരിച്ച് പോരുമെന്ന് പറയാം. ഇപ്പം കൃത്യമായ തൗഹീദോ യഥാർത്ഥ വിശ്വാസമോ സുന്നത്തോ ഒന്നും അറിയാത്ത ആളുകൾ, ഇപ്പൊ ഒരു ഉമ്മ പറയാണ്, മോനെ എനിക്കൊരു കുഞ്ഞുണ്ടായാൽ, എനിക്കൊരു ആൺകുഞ്ഞ് പിറന്നാൽ, അല്ലെങ്കിൽ എനിക്കൊരു പെൺകുഞ്ഞ് പിറന്നാൽ ഞാൻ മമ്പുറം ജാറത്തിൽ ഇന്ന സാധനം നേർച്ച കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെ പട്ട് വിരിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്, ഏർവാടി പോവാന്ന് പറഞ്ഞിട്ടുണ്ട്, അതല്ലെങ്കിൽ അജ്മീർ പോവാന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഉമ്മാന്റെ നേർച്ചയല്ലേ, മോനൊന്ന് പോണം, അല്ലെങ്കിൽ മോളൊന്ന് പോയി ചെയ്യണം എന്ന് പറഞ്ഞാൽ, എൻ്റെ ഉമ്മ പറഞ്ഞല്ല ഞാൻ അങ്ങനെ പോകാതിരിക്കും, അനുസരിക്കാതിരിക്കും എന്നതല്ല. കാരണം ലാ ത്വാഅത ലി മഖ്ലൂഖിൻ ഫി മഅസിയത്തിൽ ഖാലിഖ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞാണ്, അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ഒരു പടപ്പിനെയും നമ്മൾ അനുസരിക്കാൻ പാടില്ല. അപ്പൊ ആരുടെയെങ്കിലും ഇഷ്ടാനിഷ്ടങ്ങൾക്ക് വേണ്ടിയോ, ഇപ്പൊ ഞാനത് ചെയ്തില്ലെങ്കിൽ അതിപ്പോ ഒരു ബിദഅത്താണ്, നബി പഠിപ്പിക്കാത്ത ഒരു അനാചാരമാണ്, ഒരു വീട്ടിലൊരാൾ മരണപ്പെട്ടു, 3ന്റെ അന്ന് കണ്ണോക്കുണ്ട്, അല്ലെങ്കിൽ അടിയന്തരമുണ്ട്, പിന്നെ ആണ്ടുണ്ട്, അതൊക്കെ തെറ്റാണെന്ന് എനിക്കറിയാം, പക്ഷെ ഞാൻ ചെന്നില്ല, എൻ്റെ കുടുംബക്കാരെന്നോട് തെറ്റും, എൻ്റെ വാപ്പ എന്നോട് മുഖം കറുപ്പിക്കും എന്ന പേരിൽ നമ്മൾ ഒരിക്കലും അവരുടെ ഇഷ്ടത്തിന് വേണ്ടി അള്ളാഹുവിന്റെ ഇഷ്ടത്തെ മാറ്റിവെക്കാൻ പാടില്ല. അവിടെ റബ്ബിന്റെ ഇഷ്ടമാണ് നമ്മൾ നോക്കേണ്ടത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ആളുകളുടെ ആക്ഷേപത്തെ ഭയപ്പെടാതിരിക്കുകയും അള്ളാഹു നമ്മളെ ആക്ഷേപിക്കുന്ന മഹ്ശറ മൈതാനിയെ പേടിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നോക്കൂ, അനുയായികൾ എന്ത് ചെയ്തു? അവർ നേതാക്കന്മാരെ വിശ്വസിച്ചു. ഇപ്പൊ ഈ മുഹീദ്ദീൻ പോലെയുള്ള മാലകളിലൊക്കെ കാണാം, എൻ്റെ മുരീദുകൾ നല്ലവരല്ലെങ്കിൽ എപ്പോഴും നല്ലവർ ഞാനെന്ന് ചൊന്നോവർ. അത് ഈ ഷേഖ് മുഹീദ്ദീൻ റഹ്മത്തുള്ളാഹിയുടെ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ അദ്ദേഹം നല്ലൊരു മനുഷ്യനും നല്ലൊരു പ്രബോധകനും
നാട്ടിൽ നടമാടിയിരുന്ന അന്ധവിശ്വാസങ്ങൾക്കെതിരെ പോരാടിയിരുന്ന ഒരു പരിഷ്കർത്താവുമാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ പേരിൽ പിൽക്കാലത്ത് ആരോ പടച്ചുണ്ടാക്കിയ ഒന്നാണ് ഈ മഹീദ്ദീൻ മാലയും അതുപോലെ തന്നെ ഈ കുത്തുബിയത്ത് റാത്തീബും എന്നൊക്കെ പറയുന്നത്. അതില് അദ്ദേഹത്തെ നേരിട്ട് വിളിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനകളുണ്ട്. അപ്പൊ ഈ മാലയിലുള്ള ഒരു വരിയാണ്, എൻ്റെ മുരീദുകൾ നല്ലവരല്ലെങ്കിൽ എപ്പോഴും നല്ലവർ ഞാനെന്ന് ചൊന്നവർ. അതായത് നിങ്ങൾ നല്ല ജീവിതം അല്ല നയിക്കുന്നതെങ്കിലും ഷെയ്ഖ് നല്ല ആളായിരുന്നു എന്ന് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളെ രക്ഷപ്പെടുത്താൻ ഞാൻ അവിടെ ഉണ്ടാകും, എൻ്റെ കൊടിയുടെ കീഴിൽ നിങ്ങൾക്കൊക്കെ വന്ന് അണിചേരാം എന്ന് പറയുന്നുണ്ട്. ഒരിക്കലും ഇല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം മോള് പറയാണ്, ഉപ്പ സ്വർഗം, ഉപ്പാന്റെ കൂടെ സ്വർഗം പറയുമ്പം നീ എന്ത് ചെയ്യ്, സുജൂദുകൾ വർദ്ധിപ്പിച്ച് എന്നെ നീ സഹായിക്ക്, ഇബാദത്ത് കൊണ്ടേ രക്ഷപ്പെടുമെന്നാ പറയുന്നത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ താങ്ങും തണലുമായി സംരക്ഷിച്ച ഏതാണ്ട് 9-ാമത്തെ വയസ്സ് മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 50-ാമത്തെ വയസ്സ് വരെ അത്രയും ദീർഘമായ ഒരു കാലം നബിക്ക് താങ്ങും തണലുമായ അബൂ താലിബിന് പോലും ഹിദായത്ത് കിട്ടിയില്ല. എന്തുമാത്രം പ്രയാസം അദ്ദേഹം സഹിച്ചിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടിയിട്ട് ഇസ്ലാമിക പ്രബോധന രംഗത്ത്. പക്ഷേ അദ്ദേഹത്തിന് ഹിദായത്ത് കിട്ടിയില്ല. അപ്പൊ കുടുംബ ബന്ധങ്ങളൊന്നും നാളെ രക്ഷപ്പെടുത്തുകയില്ല എന്നർത്ഥം, നമ്മുടെ അമലുകളാണ്. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കണം. ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത്, നമ്മളിപ്പോ ഈ പറഞ്ഞ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് താബി പണ്ഡിതനായ ഇമാം സുദ്ദി റഹ്മഹുള്ള പറയുന്നുണ്ട്, തഅ്തൂനന തുസയ്യിനൂന ലനൽ ബാത്തില വതസുദ്ദൂന അനിൽ ഹഖ്, തസുദ്ദൂന അനിൽ ഹഖ്. അതായത് പിന്നെ ദീനിലില്ലാത്ത കാര്യങ്ങൾ അത് ഞങ്ങൾക്ക് നിങ്ങൾ നല്ലതാണ്, ഇത് ചെയ്തോ, ഇതൊക്കെ ദീനിലുള്ളതാണെന്ന് പറഞ്ഞ് ഞങ്ങളെ കാണിച്ച് ചെയ്യിപ്പിച്ചു, ഞങ്ങളെ യഥാർത്ഥ ഹക്കിൽ നിന്ന് നിങ്ങൾ ഞങ്ങളെ തടഞ്ഞു വെക്കുകയും ചെയ്തു എന്ന് ഈ അനുയായികൾ പരലോകത്ത് വെച്ച് പറയും. പക്ഷെ അവിടുന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പൊ നമ്മൾ ഉലമാക്കൾ, അവര് ഉസ്താദന്മാരല്ലേ, അവര് വലിയ ആൾക്കാരല്ലേ, അങ്ങനെയല്ലേ ഇങ്ങനല്ലേ എന്നൊക്കെ നമ്മൾ പരലോകത്ത് ചെല്ലും പറയണം, ഞങ്ങൾ അങ്ങനെ കരുതി ചെയ്താണെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, രക്ഷപ്പെടില്ല. നമ്മളുടെ വിശ്വാസം, കറകളഞ്ഞ വിശ്വാസത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹിൽ നമ്മൾ ഉറച്ചു നിൽക്കണം. സുന്നത്തെന്ന് പറയുന്ന ആ തെളിഞ്ഞ മാർഗത്തിൽ അതിനെ മുറുകെ പിടിച്ച് നമ്മൾ ജീവിക്കണം. ഇല്ല എങ്കിൽ എന്ത് പറ്റും, നാളെ പരലോകത്ത് വലിയ നഷ്ടം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം, ഇന്ന ആളെന്നുള്ളതല്ല, ഇന്ന കാര്യം ഇവിടെ പറഞ്ഞു, ഇന്ന സുന്നത്ത് അത് എവിടെയാണ് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. അപ്പം തുടർന്ന് അങ്ങോട്ടുള്ള ആയത്തുകളിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞത് 28, അതുപോലെ തന്നെ 29, 30 ആയത്തുകളാണ്. ഈ നേതാക്കന്മാര് പറയാണ്, ഞങ്ങൾക്ക് നിങ്ങളുടെ മേൽ യാതൊരു അധികാരമില്ലായിരുന്നു, നിങ്ങളുടെ കുഴപ്പം കൊണ്ടാണ് നിങ്ങൾ പെട്ടുപോയത്. ഈ ഒരു അവസ്ഥ നാളെ പരലോകത്തെത്തുമ്പോൾ നമുക്ക് കേൾക്കേണ്ടി വരരുത്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ ദീൻ പക്ക ആണ്, അതിൽ യാതൊരു നമ്മൾ ആചരിക്കുന്നതിലും നമ്മൾ വിശ്വസിക്കുന്നതിലും യാതൊരു വീഴ്ചയും ഇല്ല, പുഴുക്കുത്തും ഇല്ല എന്നുള്ളത് നമ്മൾ ഉറപ്പിക്കണം. അപ്പൊ 31-ാമത്തെ ആയത്ത്, ഫഹക്ക അലൈന ഖൗലു റബ്ബിന ഇന്നാ ലദായികൂൻ. ഈ നേതാക്കന്മാരായ ആളുകൾ പറയാണ്, ഫഹക്ക അലൈന, നമ്മുടെ മേൽ മ്യൂട്ട് ചെയ്യേ ഫഹക്ക അലൈന, ആകയാൽ ഞങ്ങളുടെ മേൽ യാഥാർത്ഥ്യമായി അല്ലെങ്കിൽ അവകാശപ്പെട്ടു, കൗലു റബ്ബിന, നമ്മുടെ റബ്ബിന്റെ വാക്ക്, അതായത് ശിക്ഷ. ഇന്നാ, തീർച്ചയായും നമ്മൾ, ലദായികൂൻ, അത് അനുഭവിക്കുന്നവരാണ്, ആസ്വദിക്കുന്നവരാണ്. ദാക്ക എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള ഒരു പദമാണ്. ദാക്ക, ആസ്വദിച്ചു, രുചിച്ചു എന്നൊക്കെയുള്ള അർത്ഥമാണ്. ദായിക്ക എന്ന് പറഞ്ഞാല് അനുഭവിക്കുന്നവൻ, ആസ്വദിക്കുന്നവൻ എന്നൊക്കെയുള്ള അർത്ഥമാണ്. അപ്പം നമ്മുടെ രക്ഷിതാവിന്റെ വാക്ക് നമ്മുടെ മേൽ യാഥാർത്ഥ്യമായി ഭവിച്ചു, നാം തീർച്ചയായും ശിക്ഷ ആസ്വദിക്കുന്നവരാണ്. ഇവിടെ നേതാവ് അനുയായി എന്നൊന്നുമില്ല, നമ്മളൊക്കെ അതിൽ പെട്ട് കഴിഞ്ഞു എന്ന് പറയാണ്. അപ്പൊ 32-ാം വചനത്തിൽ വീണ്ടും അതിന്റെ തുടർച്ചയാണ്, ഫഅഗ്വൈനാക്കും ഇന്നാ കുന്നാ ഗാവീൻ. ഫഅഗ്വൈനാക്കും, എന്നാൽ ഞങ്ങൾ നിങ്ങളെ വഴിതെറ്റിച്ചു, ഇന്നാ കുന്ന, തീർച്ചയായും ഞങ്ങളായിരുന്നു, ഗാവീൻ, വഴിതെറ്റിയവർ. ഇവർ പറയാണ്, ഞങ്ങൾ സ്വയം വഴിതെറ്റിയവരായിരുന്നു, അതുകൊണ്ട് എന്ത് ചെയ്തു, നിങ്ങളെയും ഞങ്ങൾ വഴിതെറ്റിച്ചു എന്ന്. ഇതൊക്കെ വളരെ ഗൗരവത്തിൽ എടുക്കേണ്ട ഒരു വാക്കാണ്, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. ഗവ എന്ന് പറഞ്ഞാൽ വഴിതെറ്റ എന്നുള്ള അർത്ഥമാണ്. അഗുവ എന്ന് പറഞ്ഞാൽ വഴിതെറ്റിക്കുക എന്നുള്ളതാണ്. അപ്പൊ പൊതുവെ ആളുകളുടെ ഒരു സ്വഭാവമാണെന്ത്, സ്വയം ഒരു കാര്യത്തിൽ പെട്ടുപോയാൽ മറ്റുള്ളവരെ എന്ത് ചെയ്യുക, അത് തെറ്റിക്കുക. അപ്പം യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ
ചരിത്രത്തിൽ നമുക്ക് കാണാമല്ലോ, സൂറത്ത് യൂസുഫ് വായിച്ചു കഴിഞ്ഞാൽ ഈ ഈജിപ്തിലെ മന്ത്രിയുടെ ഭാര്യ, അസീസിന്റെ ഭാര്യ യൂസുഫ് നബി അലൈഹി സ്വലാമിനെ വശീകരിക്കാൻ ശ്രമിക്കുകയും അവൾ തെറ്റിലകപ്പെടുകയും ചെയ്തു. അത് അവൾക്കും ആ കുടുംബത്തിനൊക്കെ വലിയ നാണക്കേടായി. കാരണം വലിയ സ്ഥാനത്തിരിക്കുന്ന ഒരാള്, അല്ലെ ഒരു പെണ്ണ്, ഒരു അടിമയായി വാങ്ങപ്പെട്ട ഒരു ചെറുപ്പക്കാരനുമായിട്ട് വേണ്ടാത്ത ഇടപാട് എന്ന് പറയുമ്പോഴത്തേക്ക് അത് പിന്നെ അവർക്ക് ഭയങ്കര നാണക്കേടായി. അപ്പൊ ആ നാണക്കേടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഈജിപ്തിലെ അന്നത്തെ സ്ത്രീകളൊക്കെ ഇവളെന്തൊരു പെണ്ണാണ്, ഇവളൊരു രാജകുടുംബത്തിൽപ്പെട്ട എന്നുള്ള ആരോപണങ്ങളൊക്കെ വന്നപ്പോ എന്താണ് ആ ഈ പെണ്ണെന്താ ചെയ്യുന്നത്, ബാക്കിയുള്ള ഇത് പറഞ്ഞ പെണ്ണുങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടിയിട്ട് അവരെയും കൂടി ഈ തെറ്റിൽ അകപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. അപ്പൊ ഞാൻ മാത്രമല്ല മറ്റുള്ളവർ. അപ്പൊ ഇത് പൊതുവെ ആളുകളുടെ സ്വഭാവമാണ്. ഒരു കാര്യത്തിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ എന്ത് ചെയ്യുക, അതിൽ അകപ്പെടുത്തുക എന്നുള്ളത്. അപ്പൊ ഇവർ ഈ നേതാക്കന്മാർ പറയാണ്, ഞങ്ങൾ എന്തായാലും തെറ്റിലൊക്കെയാണെന്ന് ഞങ്ങൾക്ക് അറിയായിരുന്നു, അതുകൊണ്ട് നിങ്ങളെയും ഞങ്ങൾ ബോധപൂർവം അതിൽ പെടുത്തിയതാണെന്ന് പറയുന്നു. അപ്പൊ ഇതൊക്കെ നമ്മൾ വളരെ ഗൗരവത്തിലെടുക്കേണ്ട കാര്യങ്ങളാണ്. നമ്മുടെ ദീന്, നമ്മൾ ആചരിക്കുന്നതും നമ്മൾ വിശ്വസിക്കുന്നതും നമ്മൾ ചെയ്യുന്നതൊക്കെ പ്രമാണബദ്ധമാണ് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. ഏതൊരു അമലും അള്ളാഹു സ്വീകരിക്കണം എന്നുണ്ട് എങ്കിൽ ഒന്ന് നല്ല നീയത്തോടു കൂടിയും ഇഖ്ലാസോടു കൂടിയും ചെയ്യണം. അതുപോലെ നമ്മളെ ദീനിൽ സ്ഥിരപ്പെട്ടതാണ് അത് എന്ന് ഉറപ്പുവരുത്തണം. അപ്പൊ ഇന്നലെ ആരോ ഒരാൾ, നമ്മുടെ പഠിതാക്കളിൽ ആരോ ഒരാൾ ഒരു ദുആ എന്നുള്ള പേരിൽ ഒന്ന് അയച്ചു തന്നു. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പം അത് നോക്കുമ്പോൾ അത് എന്ന് വെച്ചാൽ എത്ര 7000 മലക്കുകളോ മറ്റോ അവർക്ക് വേണ്ടി ചിറക് താഴ്ത്തി കൊടുക്കും ഈ പ്രാർത്ഥന നടത്തുന്നവർക്ക് വേണ്ടി എത്രയോ ദിവസം എന്നാണ് പറയുന്നത്. അപ്പം ഒരു മ്യൂസിക് ഒക്കെ ഇട്ട് അതിങ്ങനെ ഷെയർ ചെയ്യുമ്പം പൊതുവെ നമുക്ക് തോന്നും, മാഷാ അല്ലാ ഇത്രയും നല്ലൊരു ദുആ നമ്മൾ പഠിച്ചില്ലല്ലോ, അറിഞ്ഞില്ലല്ലോ, ഇത്രയും ഫദ്ൽ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നമ്മളിങ്ങനെ വിചാരിക്കും. പക്ഷെ അത് ചെക്ക് ചെയ്ത് നോക്കുമ്പം അത് ഹദീസിൽ സ്ഥിരപ്പെട്ട് വന്ന ഒരു പ്രാർത്ഥനയേ അല്ല. അപ്പൊ ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കി വിടുന്ന ആളുകൾ ചിലപ്പോൾ അവർക്ക് വ്യൂസ് കിട്ടണം, പൈസ കിട്ടണം, സമ്പാദിക്കണം, അതൊക്കെ ആയിരിക്കും. കാരണം ആളുകൾ ശ്രദ്ധിക്കുമല്ലോ. പക്ഷെ നമ്മളെ സംബന്ധിച്ചുള്ള നമുക്കൊരു ആത്മാർത്ഥത ഉണ്ടാവും, അങ്ങനെ ഒരു പ്രാർത്ഥന ഉണ്ടാവും, പഠിക്കണമല്ലോ. പക്ഷെ ഇതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം, ഉറപ്പ് വരുത്തണം, ഇതൊക്കെ സുന്നത്തിൽ സ്ഥിരപ്പെട്ടതാണോ, നബി പഠിപ്പിച്ചതാണോ ഇന്ന സുന്നത്ത് എന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ടേ നമ്മൾ ചെയ്യാവുള്ളൂ. ഇല്ല എങ്കിൽ ഇങ്ങനെയുള്ള ആളുകൾ നമ്മുടെ മുമ്പിലുണ്ട്, അവർ നമ്മളെ വഴിതെറ്റിച്ച് കളയും. എന്നിട്ട് 33-ാം വചനത്തിൽ അള്ളാഹു പറയാണ്, ഫഇന്നഹും യൗമഇദിൻ ഫിൽ അദാബി മുഷ്തരിക്കൂൻ. എന്നാൽ അന്നത്തെ ദിവസം അവരെല്ലാവരും ശിക്ഷയിൽ പങ്കാളികളായിരിക്കും. ഇഷ്തറക്ക എന്ന് പറഞ്ഞാൽ പങ്കാളികളാവുക എന്നുള്ളതാണ്, പങ്കാളിയാവുക. ഇഷ്തിറാക്ക് പങ്കാളിയാവൽ എന്നാണ്. ഇഷ്തറക്ക യഷ്തരിക്കു ഇഷ്തിറാക്കൻ ഫഹുവ മുഷ്തരിക്കൂൻ എന്നതാണ്. ആണോ, ഫൈന്നഹും യൗമഇദിൻ ഫിൽ അദാബി മുഷ്തരിക്കൂൻ. അപ്പം അന്നത്തെ ദിവസം അവരെല്ലാവരും ശിക്ഷയിൽ പങ്കാളികളായിരിക്കുന്നതാണ്. അവിടെ നേതാവ് എന്നുള്ള നിലയ്ക്കോ അനുയായി എന്നുള്ള നിലയ്ക്കോ ഞങ്ങളെ ഇവർ വഴിതെറ്റിച്ചാണ് അതുകൊണ്ട് ഞങ്ങൾ പെട്ടുപോയതാണ് എന്നുള്ള നിലയ്ക്കോ ഒന്നും ആരും രക്ഷപ്പെടുകയില്ല എന്നർത്ഥം. ഇതൊക്കെ നമ്മൾ വളരെ ഗൗരവത്തിൽ എടുക്കേണ്ട വിഷയങ്ങളാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ, സത്യദീനിൽ അടിയുറപ്പിച്ച് നിർത്തുമാറാവട്ടെ. ഇതില് നമ്മളിതൊരു പഠന ക്ലാസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിലെ പദങ്ങൾ നമ്മൾ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കണം. ഇതില് യൗമ ഇതിൻ എന്നുള്ള പദം ഇപ്പൊ നമ്മൾ ലാസ്റ്റ് പറഞ്ഞതിൽ ഖുറാനിൽ 69 തവണ വന്നുള്ള ഒരു പദമാണ്. അതൊക്കെ നോട്ട് ചെയ്ത് നമ്മൾ പഠിക്കുക, വീണ്ടും വരുമ്പോൾ നമുക്കത് കിട്ടും. അതുപോലെ അൽ അദാബ് ഫിൽ അദാബി മുഷ്തരിക്കു എന്നുണ്ടല്ലോ. അപ്പൊ അദാബ് എന്ന് പറഞ്ഞാൽ ആ പദം 306 തവണ ഖുറാനിൽ വന്നിട്ടുള്ള ഒരു പദമാണ്. 306 307 തവണ. അപ്പം പദങ്ങൾ കുറിച്ച് വെച്ച് ഇൻഷാല്ല പഠിക്കണം. അപ്പം നമ്മൾ പഠിക്കാത്ത സൂറത്തുകളുടെയും പിന്നെ ഭാഗങ്ങളിൽ നമുക്കുള്ള ആ പദങ്ങൾ നമുക്ക് മനസ്സിലാവും, അർത്ഥം കിട്ടും ഇൻഷാ അല്ലാ. നല്ല രൂപത്തിൽ പഠിച്ച് മുമ്പോട്ട് പോകാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇൻഷാ അല്ലാ ചെറിയ ചെറിയ ആയത്തുകളായതുകൊണ്ട് തന്നെ പഠിക്കാൻ എളുപ്പമാണ്. നന്നായി അർത്ഥം പഠിച്ചു പോകണം, പറ്റുന്ന ആളുകൾ മനപ്പാടാക്കിയും പോകണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.
ഇവിടൊക്കെ ഇവിടൊക്കെ ഇവിടൊക്കെ